ഒരിടത്തും CPIM BJP ഡീലില്ല എന്ന് കുമ്മനം രാജശേഖരൻ. രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല. 10 വർഷം അവസരം ലഭിച്ചിട്ടും തറക്കല്ലിടൽ മാത്രമാണ് വീണ ജോർജ് ആറന്മുള മണ്ഡലത്തിൽ ചെയ്തത് എന്ന് NDA സ്ഥാനാർത്ഥി പറഞ്ഞു. മുതിർന്ന BJP നേതാവും ആറന്മുളയിലെ NDA സ്ഥാനാർത്ഥിയുമായ കുമ്മനം രാജശേഖരൻ രാവിലെ വോട്ടർമാരെ കാണാനായിട്ട് ഇറങ്ങി. എങ്ങനെയുണ്ട് വോട്ടർമാരെ കണ്ടപ്പോഴുള്ള പ്രതികരണം? വോട്ടർമാരെല്ലാവരും വളരെ അനുകൂലമായ പ്രതികരണമാണ്. ഈ മണ്ഡലത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. LDFനും UDFനും അവസരം കൊടുത്തിട്ടുണ്ട്. അവരാരും ഈ നാട്ടിലെ ജനങ്ങളെ തിരിഞ്ഞു നോക്കിയവരല്ല. ആ അവസരങ്ങളൊക്കെ അവരൊക്കെ പാഴാക്കി കളഞ്ഞവരാണ്. അതുകൊണ്ടൊരു മാറ്റം ആക്കുന്നു. ഈ MLA കൊണ്ട് ഞങ്ങൾക്ക് മതിയായി എന്ന് പറയുന്നവരാണ്. LDFും UDFും മതിയായി, ഇനിയൊരു മാറ്റം വേണം. LDF സ്ഥാനാർത്ഥി ആരോഗ്യമന്ത്രിയായിരുന്നു. അവർ കേരളത്തിലെമ്പാടുമുള്ള ആരോഗ്യമേഖലയുടെ വികസനവും മണ്ഡലത്തിലെ വികസനവുമാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് പറയുന്നു. മണ്ഡലത്തിൽ എന്ത് വികസനമാണ് അവർക്ക് പറയാൻ സാധിക്കുക? അവർക്ക് അവസരം കിട്ടി, 10 വർഷം കിട്ടിയില്ലേ? എന്നിട്ട് എന്ത് ചെയ്തു? കുറേ തറക്കല്ലിട്ടു എന്ന് പറയുന്നതാണ്. തറക്കല്ലിടുന്നതല്ലല്ലോ. പ്രഖ്യാപനങ്ങളൊക്കെ വരുന്നീളെ ഇങ്ങനെ ഓരോ യോഗങ്ങളിൽ പ്രസംഗിക്കുമ്പോൾ ജനങ്ങളെ കാണുമ്പോൾ കയ്യടി കിട്ടാൻ വേണ്ടി ഈ പ്രഖ്യാപനമൊക്കെ നടത്താൻ എളുപ്പമാണ്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യായിരുന്നു? ഈ ചോദ്യമാണ് ഇവിടുത്തെ വോട്ടർമാർ ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ NDAക്ക് മാത്രമേ കഴിയൂ. BJP നിശബ്ദമായി പോകുന്നു. അത് BJP CPM ഡീലിൻ്റെ ഭാഗമായാണ് എന്ന് പറയുന്നു. അവർക്ക് പറയാൻ ഇതൊക്കെ സാധിക്കും. നിശബ്ദമാകുന്ന ആരാ പറയുന്നത്? എത്രയോ ആളുകൾ ഇപ്പോഴും പല സ്ഥലത്തും പ്രക്ഷോഭം നടത്തി ജയിലഴിക്കുള്ളിൽ കിടക്കുന്നുണ്ട്. കേസുകളിൽ കൂടിയും കിടക്കുന്നു. കള്ളക്കേസുകൾ രജിസ്റ്റർ ചെയ്ത് ഇത് കോടതി വ്യവഹാരങ്ങൾ നടക്കുകയാണ്. അതൊക്കെ അതിന് തെളിവല്ലേ? ഇവിടെ പ്രക്ഷോഭം നടക്കുന്നുള്ള തെളിവല്ലേ? BJP ഈ കാര്യത്തിൽ വളരെ ക്രിയാത്മകമായ രചനാത്മകമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചിട്ടുണ്ട്. ജനങ്ങൾ ഇന്ന് NDAയോടൊപ്പമാണ്. രാജ്യത്തെമ്പാടും ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ളവർ ആക്രമിക്കപ്പെടുന്നു. അത് ജനങ്ങൾ വോട്ടർമാർ തിരിച്ചറിയുന്നുണ്ട് എന്നാണ്. ന്യൂനപക്ഷങ്ങൾക്കെതിരെ കേരളത്തിലോ? ഇവിടെ കേരളത്തിലല്ല, രാജ്യത്തെമ്പാടും ഒരു സ്ഥലത്ത് യാതൊരു വിധത്തിലുള്ള പ്രശ്നമില്ല. ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒറ്റപ്പെട്ട സംഭവങ്ങളായിരിക്കും. ആ സംഭവങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അവരൊക്കെ പിടിച്ച് ജയിലിലിട്ടിട്ടുണ്ട്. അവർക്കൊക്കെ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ വിജയം ആറന്മുളയിൽ നിന്നുണ്ടാകുമെന്നാണ് NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ പറയുന്നത്. ക്യാമറമാൻ CR ജറിനൊപ്പം ശ്രീരാജ്, ന്യൂസ് മലയാളം.